എലമെന്റ്സിനോടൊപ്പം നിന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതുന്ന 90-99% മുസ്ലിം പ്രൊഫൈലുകളിൽ നോക്കിയാൽ അവൻ ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ അവനെ കടുത്ത രീതിയിൽ ശിക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരു മുസ്ലിം സാറിനോട് പറഞ്ഞു, ശിക്ഷിക്കൊന്നും വേണ്ട, അവൻ ഓൾറെഡി നിയമ നടപടി നേരിടണം, പക്ഷേ ഒരുപക്ഷെ ബോധപൂർവം ചെയ്തതായിരിക്കില്ല. ഇവിടെ രാഹുൽ എടുക്കുന്ന പൊസിഷന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാഹുൽ ഈശ്വർ വിശ്വാസിയായിരിക്കെ ഈ പറയുന്ന സംഗതി സത്യത്തിൽ ആർക്കാണ് അനുകൂലം? അത് ജിഹാദികൾക്കാണ് അനുകൂലം. ഇവിടെ നടക്കുന്നത് അത് മുസ്ലിം പക്ഷത്തുള്ള ആളുകൾക്ക് മാത്രം വെപ്പണൈസ് ചെയ്യാനുള്ള അവസരമാക്കി വെക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള അപ്പുറം ഇപ്പുറം ഇല്ലാത്ത ആളുകൾ മുന്നിട്ട് ഇത് പറയുമ്പോ കേൾക്കൂ രാഹുൽ ഈശ്വർ കേൾക്കൂ. രാഹുൽ ഈശ്വറിന്റെ ഇരട്ടത്താപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാണ്. അതേപോലെ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലാത്ത രീതിയിൽ ഇതിനെ ഈ രീതിയിൽ പറഞ്ഞു വെക്കുമ്പോൾ ഇത് വളമാകുന്ന ആർക്കാണ്? ഈ മതനിന്ദാ നിയമത്തെ വെപ്പണൈസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് വളമാകുന്നത്. ഇതിന്റെ ചരിത്രം എന്താ? ഈ മതനിന്ദാ നിയമം ഇന്ത്യയിൽ വന്നത് അള്ളാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ ഒരു ശിവനെയോ കൃഷ്ണനെയോ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്ന മതനിന്ദാ നിയമം ഇവിടെ ആദ്യം കണ്ടുപിടിച്ചത്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ മതനിന്ദാ നിയമം വേണമെന്നും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും രക്ഷിക്കണമെന്നും പറയുമ്പോൾ ഇത് സനാതന ധർമ്മത്തിന് പോലും ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. ആ സാധനമാണ് വേണമെന്ന് ഈ രാഹുൽ ഈശ്വർ പറയുമ്പോൾ സത്യത്തിൽ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? അത് ജിഹാദികളുടെ ശബ്ദമാണ്. രാഹുൽ ഈശ്വർ ഒരു ജിഹാദി കൂട്ടിക്കൊടുപ്പുകാരനാണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ആ പണി നിർത്തുക. ഇതൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു രാഹുലെ. ഈ പണിയൊക്കെ നമ്മൾ കുറെ ആയി കാണുന്നു. ആ പണി നിർത്തുക. രാഹുൽ ഉസ്താദിന് ഇപ്പം സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ല. എല്ലാം കൊണ്ട് ആരുടെയോ മുമ്പിൽ കൊണ്ട് അടിയറവ് വെച്ചെന്നാണ് തോന്നുന്നത്. തീവ്രവാദി തീട്ടവും മൂത്രവും തുപ്പൽ ബിരിയാണിയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് രാഹുൽ അങ്ങ് തിന്നാൽ മതി. ഭാരതീയരെ മൊത്തം തീറ്റിക്കാന്ന് ഓർക്കണ്ട കേട്ടോ.